ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീന ഇതുവരെ അച്ഛൻ്റെ മകളാണെന്ന് കരുതിയിരിക്കായിരുന്നു ബബിത. എന്നാൽ കൃഷ്ണമോളും രോഹിത്തും അച്ഛൻ്റെ മകളല്ല അലീന എന്ന് പറഞ്ഞതോടുകൂടെ വളരെ നിരാശയോടെ നിൽക്കാണ്. ഇനി ആരോടെങ്കിലും സ്വന്തം ചേച്ചിയാണെന്ന് പറയാൻ വേണ്ടി കഴിയോ നമുക്കെന്ന് ബബിത സങ്കടത്തോടെ ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അതിനെന്താ, സ്വന്തം ചേച്ചിയാണ് തന്നെ പറഞ്ഞോ, സ്വന്തം ചേച്ചി തന്നെയാണല്ലോ നമുക്ക്, അതുപോലെയല്ലേ ചേച്ചി നമ്മോട് പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കാണ് ബബിത, അച്ഛ ഇത്രയും കാലം അച്ഛൻ്റെ മകളാണെന്നാണല്ലോ അലീന ചേച്ചി എന്നാ പറഞ്ഞത്. ആ ഒരു ഇഷ്ടവും വിശ്വാസം കൊണ്ടാണ് ഞാൻ സ്നേഹിച്ചു പോയത് പോലും. എന്താ, അവൾ അങ്ങനെയാണോ? ഇനിയിപ്പോൾ അങ്ങനെയല്ലെങ്കിൽ അലീനയോടുള്ള സ്നേഹം നിനക്കില്ലാതാവുമോ? അങ്ങനെയല്ല, എന്നാലും സ്വന്തം ചേച്ചിയല്ലെന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തോ വല്ലാത്തൊരു സങ്കടം. എന്തായാലും അവൾ എൻ്റെ മകളല്ല, നിന്റെ ചേച്ചി തന്നെ. അത് പറഞ്ഞവരോട് തന്നെ നീ ചോദിക്കോ എന്ന് ദേഷ്യത്തിൽ തന്നെ ബാലചന്ദ്രൻ പറയാൻ കേട്ടോ. അങ്ങനെ ബബിതക്ക് അങ്ങ് നിയന്ത്രണം വിട്ടു പോവാണ്. താൻ ഇത്രയും സ്നേഹിച്ചത് എൻ്റെ ചേച്ചിയല്ലെന്ന് അലീന അത് പറയുന്നത് പോലും ബബിതയ്ക്ക് ഇഷ്ടമാവുന്നില്ല. ബബിത ഇത്ര ഉറപ്പോടുകൂടെ തന്നെ ചേച്ചിയല്ലെന്ന് ഇനി എങ്ങനെ താൻ പറയുക? അങ്ങനെ ഒരു അവസ്ഥയിലാട്ടോ ഒടുവിൽ ദേഷ്യത്തിൽ തന്നെയാണ് അങ്ങ് ചെല്ലാൻ അലീനയുടെ അടുത്ത്. അല്ല, ഇത്രയും കാലം പച്ച കള്ളം പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും പറ്റിക്കുമായിരുന്നു അല്ലേ? അലീനാണെങ്കിലോ ബബിതയുടെ ആ ഭാവമാറ്റം കണ്ടതും ആകെ ഭയന്ന് അവനെ നോക്കുക. എന്താ മോളെ, നീ എന്ത് പറഞ്ഞാൽ നിങ്ങളെ പറ്റിച്ചത്? അല്ല, എൻ്റെ അച്ഛൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇവിടേക്ക് വന്നതും, എന്നിട്ടിപ്പോൾ അതല്ലെന്ന് പറയുന്നു. ഇതിലേതാ ശരി മോളെ? നിനക്ക് ഞാൻ നിൻ്റെ ചേച്ചിയാണെന്ന് അറിഞ്ഞാൽ പോരെ? അച്ഛൻ്റെയോ അമ്മയുടെ ആര് മകളാവട്ടെ, പക്ഷേ ബബി ഞാൻ നിൻ്റെ ചേച്ചിയാണ് എന്ന് അലീന പറയുമ്പോൾ എന്നെ തൊടേണ്ട. ഏത് വകയിലാ ചേച്ചി? ഇത്രയും കാലം അച്ഛൻ്റെ മകളാണെന്നൊക്കെ ഞാൻ കരുതിയത്. ഇനി ആരോടെങ്കിലും പറയാൻ പറ്റുമോ സ്വന്തം ചേച്ചിയാണെന്ന്? അതാണോ നിൻ്റെ വിഷമം? ഇനി ഞാൻ ആരുടെ മകളല്ലെങ്കിലും നീ എന്നെ സ്നേഹിക്കില്ലേ? നീ എന്നെ വെറുക്കോ? ഒരു ചേച്ചിയുടെ സ്നേഹം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ എന്ന് അലീന കണ്ണു നിറഞ്ഞ് ചോദിക്കുമ്പോൾ ബബിതയ്ക്ക് ആകെ നിരാശയോടെ ആവാണ് കേട്ടോ. അങ്ങനെ ബബിതയും എങ്ങനെയൊക്കെയോ കൃഷ്ണമോളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് നമ്മുടെ ചേച്ചി തന്നെയാണ്. ഒരു ചേച്ചി അനിയത്തിയോട് പെരുമാറുന്ന പോലെയല്ലേ നമ്മോടൊക്കെ പെരുമാറിയത്. പിന്നെ എന്താ, എന്നാലും എനിക്കതങ്ങ് ഉൾക്കൊള്ളാൻ വയ്യ. ബബിതയും തന്നെ ആകെപ്പാട് നിരാശയിലോടെ കഴിയായിരിക്കും. അങ്ങനെ ഇരിക്കെ ബബിത ആ വലിയ രഹസ്യം അറിയുന്ന ഒരു സീനാണ് കേട്ടോ. ഇത് നാളൊക്കെ വരുന്ന സീനാണ്. പക്ഷെ ബബിത വലിയ രഹസ്യം അറിയുന്ന ആ ഒരു സീന് കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം മാത്രമാണ്. രോഹിത്ത് സത്യങ്ങൾ അറിയുന്നുണ്ട്. ബാലചന്ദ്രമേനൻ രോഹിത്തിൻ്റെ അരികിലേക്ക് വന്ന് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താണ്. ഇനി മോനെ നീ വേണം ഈ കുടുംബം നന്നായിട്ട് നോക്കാൻ. അലീന നിന്റെ സ്വന്തം ചേച്ചിയാണ്, നിന്റെ അമ്മ പ്രസവിച്ച മകളാണ്. ഞാൻ മരിച്ചാലും ഈ കുടുംബം നിലനിൽക്കണം. ബബിതയും കൃഷ്ണമോളെയും നീ നന്നായിട്ട് നോക്കണം. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ മരിക്കാൻ പോവാണോ? എൻ്റെ ആയുസിന് അധികം ഗ്യാരണ്ടി പോലും ഇല്ല. ഏത് നിമിഷവും നിലച്ചു പോകുന്ന ഒരു ഹൃദയമല്ലേ എനിക്കുള്ളത്. അതിനു മുമ്പേ സത്യങ്ങളൊക്കെ നീ മനസ്സിലാക്കണം. എന്നാലും അച്ഛാ, എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. അലൻ ചേച്ചി തൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന്. ഞാനും ഹരിയും കൂടെ ചേർന്ന് എന്തെല്ലാം ഉപദ്രവിച്ചു. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഈ അടുത്താണ് അവൾ ആരാണെന്ന സത്യം മനസ്സിലായത്. ഒരിക്കൽ രേവതിക്കുട്ടിയുടെയും അലീനയുടെയും ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് കേട്ട എനിക്ക് അതിൽ നിന്ന് സത്യം മനസ്സിലായത്. സത്യമറിയാൻ ഗംഗാധരമേനോൻ്റെ അടുത്തേക്ക് നീലഗിരി വരെ പോവേണ്ടി വന്നു. ഒടുവിൽ സത്യങ്ങളെല്ലാം സമ്മതിച്ചു. വൈജ വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചെന്നും അവളെ അനാഥാലയത്തിലാക്കിയെന്നും അതിൻ്റെ പേര് അലീനയാണെന്ന് അവർക്കറിയില്ല. പക്ഷേ എനിക്കറിയാം. പിന്നീട് അവരതെങ്ങനെയൊക്കെയോ മനസ്സിലാക്കിയെടുത്തു. ഇപ്പോൾ നിൻ്റെ അമ്മാവന്മാർ 3 പേർക്കും അറിയാം, മനുവിനും അറിയാം അലീന ആരാണെന്ന് സത്യം. ഇനിയിപ്പോൾ അറിയാത്തതായിട്ട് വൈജ മാത്രമേ ഉള്ളൂ. കൃഷ്ണമോൾക്കും സത്യങ്ങൾ അറിയാം. കൃഷ്ണക്ക് അറിയാമെന്നോ? അതെ, അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അവളുടെ സ്വന്തം ചേച്ചിയാണെന്ന കാര്യം. എന്നിട്ട് എന്നോട് മാത്രം പറഞ്ഞില്ല, ഒരു പരിഭവം പോലെ രോഹിത്ത് പറഞ്ഞു. നിങ്ങളോട് എങ്ങനെ പറയും? നിങ്ങളുടെ അമ്മയുടെ പക്ഷമായിരുന്നില്ലേ? നിങ്ങൾക്കൊരിക്കലും ഇതൊന്നും ഉൾക്കൊള്ളാനാവില്ല. ഇപ്പോഴല്ലേ നിങ്ങൾ കണ്ണു തുറന്നത്? അതിനുശേഷം രോഹിത്ത് അലീനയെ കാണണമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ്റെ മുമ്പിൽ ശാഠ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ അലീന നിൽക്കുന്നിടത്ത് സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവിലേക്ക് രോഹിത്തിനെയും കൂട്ടി ബാലചന്ദ്രൻ പോവാ. ബാലചന്ദ്രനെയും രോഹിത്തിനെയും കണ്ട അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവരെന്തിനാ മകനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ബന്ധം പുതുക്കാനാണോ? എൻ്റെ മകളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. വൈജയുടെ മകനാണെന്ന കാര്യം ഓർത്തപ്പോൾ സ്റ്റാലിൻ്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശി.
അദ്ദേഹം ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോയി. അലീന ഓടി വന്ന് രണ്ടുപേരെയും സ്വീകരിക്കുന്നുണ്ടായിരുന്നു. മോളെ, ഒരു പ്രശ്നമുണ്ട്. രോഹിത്തിന് സംഗതികളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. രോഹിത്തിൻ്റെ മുഖം കണ്ടപ്പോൾ വിങ്ങി പൊട്ടുന്ന രീതിയിലാണ് അവൻ്റെ മുഖഭാവം. അവനെയും കൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി. ബാലചന്ദ്രമേൻ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയിന്ന്. 2 ദിവസം ചേച്ചിയുടെ കൂടെ നിന്നിട്ടാ രോഹിത് പിന്നെ മടങ്ങി വന്നത്. അങ്ങനെ ആ സമയത്ത് ബബിത രോഹിയേട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല, അച്ഛൻ്റെ കൂടെ രോഹിയേട്ടൻ എവിടേക്കാ പോയത്? സത്യം പറയും. അത് പിന്നെ എനിക്ക് അച്ഛൻ്റെ കൂടെ മറ്റൊരു ആവശ്യങ്ങൾക്ക് പോകണം. എന്താവശ്യമാണ്? അല്ല ചേച്ചി, കാണണല്ലേ? എനിക്ക് മനസ്സിലായി. ഞാനും കൃഷ്ണമോളും വന്നാൽ എന്താ കുഴപ്പം? അതിന് സമയമായിട്ടില്ല. നിങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോവാം. അത് പറ്റത്തില്ല. ഞങ്ങൾക്ക് അലിന ചേച്ചി കാണണം. അങ്ങനെ വീണ്ടും ബബിത അങ്ങനെ ശാഠ്യം പിടിക്കുമ്പോൾ ഒരു വിധത്തിൽ അതിനുള്ള സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് രോഹിത് അവളെ പറഞ്ഞു നിർത്താനട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വന്ന രോഹിത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയുമായിട്ട് സംസാരിക്കാണ്. ഈ സമയം താഴെ ബബിതയുടെ നേരെ തട്ടിക്കയറുന്നുണ്ട് വൈജയന്തി. അല്ല, നിന്റെ ചേട്ടൻ എവിടെ പോയി? ചേട്ടനും അച്ഛനും കൂടെ അവളെ കാണാൻ പോയതായില്ലേടിയെ? അതെ, എനിക്കറിയത്തില്ല. നിന്നോടല്ലേ അവൻ പറഞ്ഞത് അലീന ചേച്ചിയുടെ അടുത്തേക്കാ പോയതെന്ന്. അമ്മ കേട്ടെങ്കിൽ പിന്നെന്തിനാ അമ്മ ആ കാര്യം എന്നോട് ചോദിക്കുന്നത്? അല്ല, നിന്റെ ചേട്ടനും നിന്റെ അച്ഛൻ്റെ അസുഖം തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ആ ഭ്രാന്തി ഇവിടെ നിന്ന് പോയിട്ട് പോലും ആരുടെ മനസ്സിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോയില്ലല്ലോ. എന്ത് കൈവശമാ അവൾ ഇവൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത്? സ്നേഹമാണ് അമ്മേ തന്നിട്ടുള്ളത്. സ്നേഹോ? അത് ഞാൻ എന്താ നിങ്ങൾക്ക് തരുന്നില്ലേ? ആ, അമ്മ തരുന്നുണ്ട്. അത് അമ്മയ്ക്കറിയാം, ഞങ്ങൾക്കറിയാം. എന്ത് പ്രത്യേകിച്ചാടി അവൾ നിങ്ങൾക്ക് തന്നത്? അത് പറ. അമ്മ എന്തിനാ വെറുതെ ചൊറിയാൻ വരുന്നത്? ഞാൻ അമ്മയോട് കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. രോഹിത് വന്നപാടെ റൂമിൽ കയറിയതാണല്ലോ. രോഹിത്തിനുള്ള വെള്ളവുമായിട്ട് താഴ്ന്ന് ബബിത പോകുന്നുണ്ട്. അങ്ങനെ ബബിത പോണ സമയത്ത് രോഹിത് കഥക് ചാരിയിട്ടേ ഉള്ളൂ. അലീനയുമായിട്ട് സംസാരിക്കാണ്. അലീനയുമായിട്ട് സംസാരമെന്ന് കേട്ടപ്പോൾ ബബിത ഒന്നും മിണ്ടാതെ പുറകെ തന്നെ നിൽക്കാട്ടോ. ചേച്ചി എവിടെ? ബബിത എന്നോട് ഒരുപാട് ചോദിച്ചു. എവിടേക്കാ പോയത്? ചേച്ചിയുടെ അടുത്തേക്ക് എന്നെ എന്താ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് വലിയ വഴക്കായിരുന്നു. എന്നിട്ടും മോനെ നീ എന്ത് പറഞ്ഞു? ചേച്ചിയെ കാണാൻ സമയമായിട്ടില്ലെന്ന്. എടാ മോനെ, അവരോടൊന്നും നീ സത്യം പറയല്ലേ. അമ്മ അറിയാൻ അധികം വൈകില്ല. പിന്നെ എന്താ സംഭവിക്കാന്ന് നിനക്കറിയാലോ. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മ പ്രസവിച്ച മകളാണ് അലീന ചേച്ചിയെന്ന്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ബബിതയോട് പറഞ്ഞില്ല. കൃഷ്ണമോൾക്ക് പിന്നെ ആ സത്യം അറിയാലോ. ഇത് കേട്ടതും തൻ്റെ കയ്യിലുള്ള ഗ്ലാസ് വിറക്കുന്ന പോലെ ബബിതയ്ക്ക് തോന്നാണ്. ബബിത ഒരക്ഷരം മിണ്ടാതെ നിൽക്കുക. നീ ഇപ്പോൾ ആ സ്റ്റാലിൻ ജോസഫ് എന്ന ബബിത ആ ചേച്ചിയുടെ ആ ഒരു യഥാർത്ഥ അച്ഛൻ്റെ കൂടെയാണെന്ന് പോലും അവരോട് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്ക് പറയണമെന്നുണ്ട്. അലീന ചേച്ചി സ്വന്തം അച്ഛൻ്റെ കൂടെയാണെന്ന കാര്യം. അത് പിന്നെ ആരാ എന്താണെന്നും അവർ ചോദിക്കില്ലല്ലോ. ഇവിടുത്തെ അച്ഛനെയും അമ്മയും അത് ബാധിക്കില്ല. അതെ, അങ്ങനെ നീ പറഞ്ഞോ. പക്ഷേ പേരൊന്നും പറയണ്ട. ചിലപ്പോൾ ബബിത ബുദ്ധിയുള്ള കുട്ടിയാ. അവൾ ചോദിച്ചാലോ അലീന ചേച്ചിയുടെ പപ്പയുടെ പേരെന്തെന്ന്. അന്നേരം നീ എന്ത് പറയും? അത് ഞാൻ മറ്റെന്തെങ്കിലും പേര് പറഞ്ഞോളാം. എന്നാലും ആ പേര് പറഞ്ഞ് ഒരുപക്ഷെ അമ്മക്കറിയാലോ, അമ്മ പണ്ട് സ്നേഹിച്ച ആളുടെ പേരാണല്ലോ ഈ സ്റ്റാലിൻ ജോസഫ് എന്ന്. അങ്ങനെ ഇപ്പോൾ അമ്മ എത്ര പെട്ടെന്നൊന്നും അറിയേണ്ട. മോനെ, നീ സൂക്ഷിക്കണം. അമ്മ ഇങ്ങനെ വെറുപ്പിക്കലടാ. സ്നേഹത്തോടെ പെരുമാറണം. അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും കൊണ്ടാണ് അമ്മ ഇങ്ങനെ ആയത്. അതുകൊണ്ട് അമ്മയെ നീ വെറുക്കരുത്. ഇത്രയൊക്കെ ചെയ്താൽ എനിക്ക് അമ്മയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അമ്മ മോളെ എന്ന് വിളിക്കുന്നത് എപ്പോഴെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്തും കാത്തിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ശരി എന്ന് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ബബിത വന്ന് നിൽക്കുന്നതും രോഹിത് കാണുന്നില്ല. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന ബബിതയെ കണ്ടത്. അവൾ എല്ലാം കേട്ടുവെന്ന കാര്യം രോഹിത് മനസ്സിലാക്കുക. ബബി, നീ ഇതെപ്പോൾ വന്നു? ഗ്ലാസ്സിലെ വെള്ളം ഇങ്ങനെ താഴെ തുളുമ്പി പോകുന്നത് നോക്കിക്കൊണ്ട് അവൻ ആ ഗ്ലാസ് വെള്ളം വാങ്ങുന്നുണ്ട്. പെട്ടെന്ന് ബബിത റൂമിൽ കയറി കഥ കടക്കാണ്. എന്താ, ഞാൻ കേട്ടതൊക്കെ സത്യമാണപ്പാ രോഹിയേട്ടാ? അമ്മയുടെ പ്രസവിച്ച മകളാണോ അലീന ചേച്ചി? എടി ഒന്ന് പതുക്കെ പറ എന്ന് പറഞ്ഞ് അവളെ ബെഡിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അതെ, ഇത് കാര്യം അമ്മ അറിഞ്ഞാൽ വലിയ ഭൂകമ്പം ഉണ്ടാവും. അച്ഛനും അമ്മയും പിന്നെ ഒരു നിമിഷം ഒരുമിച്ചൊരു വീട്ടിലുണ്ടാവില്ല. അമ്മയുടെ മുമ്പിൽ നാണം കെട്ടൊരു ഭർത്താവായിട്ട് അച്ഛൻ ഒരിക്കലും ജീവിച്ചിരിപ്പില്ല. മോളെ, നീ ഇതാരോടും പറയല്ലേ. ഞാൻ കഥ കടക്കാതെ സംസാരിച്ചത് വലിയ ഇതായിപ്പോയി. നീ എന്തിനാടി ഇങ്ങോട്ട് കയറി വന്നത്? ഇത് കേട്ടതും ബബിത കണ്ണ് നിറഞ്ഞ് രോഹിത്തിനോട് ഒരേ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. നമ്മുടെ അമ്മ പ്രസവിച്ച മകളാണോ? ഒരേ വയറ്റിൽ പിറന്നവരാണോ നമ്മൾ? എന്നിട്ട് എന്തെല്ലാം ഉപദ്രവിച്ചു. ഇതേ അവസ്ഥയിലായിരുന്നു ഞാനും. അച്ഛനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ. പക്ഷേ അതുകൊണ്ടാ ചേച്ചി കാണാൻ ഓടിപ്പോയത് രോഹിത്തേട്ടാ എന്നും വിളിച്ചുകൊണ്ട് ബബിത കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പരസ്പരം ആശ്വസിപ്പിച്ച് താഴേക്ക് വരുന്നുണ്ട്. ബബിതയുടെ മുഖം കണ്ടതും
വൈജയന്തി ചോദിക്കും. എന്താടി നിന്റെ മുഖത്ത് കഴുതൽ കുത്തിയോ? എന്തിനാ നീ കരഞ്ഞത്? അമ്മയൊന്ന് രൂക്ഷമായി നോക്കിയതിന് ശേഷം ബബിത അവിടെ നിന്ന് അങ്ങ് പോവാണ്. വീണ്ടും ഇതെന്ത് നല്ല കൂത്ത്, എന്നോടെന്തിനാ അവൾക്ക് അടിച്ചു കീറാൻ വരുന്നത്, അവൾക്ക് ഇതെന്താ പറ്റിയത് എന്നൊക്കെ ആലോചിച്ച് അവിടെ തന്നെ നിൽക്കാട്ടോ. രോഹിത് ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് കണ്ടതും അവളുടെ അടുത്ത് വന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അല്ല, നീ നിന്റെ അച്ഛൻ്റെ കൂടെ പോയിട്ട് 2 ദിവസമായല്ലോ, എവിടെ ആയിരുന്നു? അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ? അച്ഛൻ പറഞ്ഞില്ലേ ഞാൻ എവിടേക്കാ പോകുന്നതെന്ന്? ഓ, നിന്റെ അച്ഛൻ എവിടെ പോയാലും എന്നോട് പറയാറുണ്ടടാ. എവിടേക്കാ നീ പോയത്? ആ മറ്റവളെ കാണാനല്ലേ അമ്മ നീ പോയത്? അമ്മേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പിന്നീട് അമ്മ അതോർത്ത് ഖേദിക്കേണ്ടി വരും. ഞാൻ എന്തിനാടാ ഖേദിക്കുന്നത്? വേലക്കാരി പെണ്ണിൻ്റെ പുറകെ അച്ഛനും മോനും വാലാട്ടി പോയിരിക്കുന്നു. അങ്ങനെ എത്ര എത്ര വേലക്കാരികൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പുറകെ നിങ്ങളിങ്ങനെ വാലാട്ടി പോയിക്കൊണ്ടിരിക്കായിരുന്നോ? അമ്മേ പ്ലീസ്, അമ്മയോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓ, നിന്റെ അച്ഛൻ്റെ വെപ്പാട്ടിയാണല്ലോ അവള്. ചി, അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? അമ്മ എന്ത് വർത്തമാനാ ഈ പറയുന്നത്? അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്ത് പറയണടാ? പറ, എനിക്കതൊന്നും അറിയില്ല. അമ്മ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചോ, അച്ഛന് മകളുണ്ടോ എന്ന കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്നോടൊന്ന് ചോദിക്കാൻ വേണ്ട. ഇത് കേട്ടതും സ്തംഭയായി നിന്നു പോവാണ് വൈജയന്തി. അമ്മ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചോന്നോ അച്ഛന് മക്കളുണ്ടോ എന്ന കാര്യമൊന്നും എനിക്കറിയേണ്ടെന്ന രോഹിത്തിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും ചെവിയിൽ മുഴങ്ങുന്ന പോലെ തോന്നാണ്. അതും പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് അങ്ങ് പോവാട്ടോ. വൈജയന്തി റൂമിലേക്ക് ഒറ്റ നടത്താണ്. അവനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇനി ഞാനൊന്ന് പ്രസവിച്ചതും തൻ്റെ ഭാവി ഭൂതകാലം എന്തെങ്കിലും ബാലചന്ദ്രനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് അവൻ്റെ അടുത്ത് പറഞ്ഞു കാണുമോ? എന്താ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ അന്നൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചതും ആ കാര്യങ്ങളൊന്നും ഇതുവരെ ആർക്കും അറിയില്ല. അറിയാവുന്നത് ഉണ്ണിമാമയും കുടുംബത്തിനുമാണ്. അവരൊക്കെ ഉണ്ണിമാമയും അച്ഛനൊക്കെ മരിച്ചുപോയി. പിന്നെ ഗംഗേട്ടനും ശിവേട്ടനും രാജീവേട്ടനൊന്നും ഈ രഹസ്യം പറയത്തില്ല. അത് ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ടാ? അങ്ങനെ വീണ്ടും വൈജയന്തി കണ്ണുകളടച്ച് കിടക്കാണ്. അവളുടെ മനസ്സിലോട്ട് ആഗ്രയില്ല ഓരോ ദിവസങ്ങളും കടന്നു വന്നു. ആഗ്രയിലെ ഒരു സിസ്റ്ററാ തന്നോടൊരു സംശയം പറഞ്ഞത്. അല്ല വൈജി, നിന്റെ വയറെന്താ പൊന്തി വരുന്നുണ്ടല്ലോ, വല്ല ഡോക്ടറെയും കാണിക്കണോ? ഗ്യാസിൻ്റെ വല്ല പ്രശ്നവും? അവിവാഹിതയായ തന്നോട് അങ്ങനെ പറയാൻ പറ്റൂ എന്നറിയാവുന്നത് തന്നെയാണ് അവരങ്ങനെ സംസാരിച്ചത്. പിന്നീട് സ്കൂളിൽ നിന്ന് ലീവ് എടുക്കായിരുന്നു വൈജ. നേരെ ഒരു ഹോസ്പിറ്റൽ കാണിച്ചു. താൻ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം അവൾ ഉറപ്പ് വരുത്തി. നേരെ സ്റ്റാലിൻ ജോസഫിനോട് കാര്യങ്ങൾ പറഞ്ഞു. അയാളുടെ ഗൗരവക്കാരനായ ആ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനോട് ഒരാരാധനയായിരുന്നു ഒരു തരം വൈജയന്തിക്ക്. അയാളെ കാണുന്തോറും പ്രണയാർദ്ധമായി മാറിയിരുന്നു. ഗംഗേട്ടൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോയപ്പോൾ ജോലിയുടെ കാര്യം പറഞ്ഞ് ആഗ്രയിൽ തന്നെ നിൽക്കുമായിരുന്നു വൈജ. സ്റ്റാലിൻ ജോസഫിനും വൈജയ്ക്കും കാണാനുള്ള ഓരോ കാര്യങ്ങൾ കൂടിയായിരുന്നു. ഒരിക്കലും ഗംഗേട്ടന് പോയി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങളും അനുസരിച്ച് ജീവിക്കാലോ എന്നൊരു ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് വൈജ അവിടെ നിന്ന് കളഞ്ഞത്. അങ്ങനെ ആഗ്രയിലുള്ള ഒരു വാടക വീട്ടിലേക്ക് സ്റ്റാലിൻ ജോസഫ് അവളെ മാറ്റി. ഗംഗേട്ടനും ഈ വിവരങ്ങളൊന്നും നാട്ടിലുള്ള ആരും അറിഞ്ഞില്ല. ഭാര്യയും ഭർത്താവും അവിടെ കഴിഞ്ഞുപോയി. എപ്പോഴോ വൈജയെ നോക്കാനായിട്ട് ഒരായയും വെച്ചു. 8 മാസമുള്ളപ്പോഴാണ് സ്റ്റാലിൻ നാട്ടിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളാക്കാനും അവരുടെ ഇടവകപ്പള്ളിയിൽ വെച്ച് ഒരു ചെറിയ മിന്നിക്കെട്ട് നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വന്നത്. ഏറിപ്പോയാൽ 10 ദിവസം, അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് കൊടുത്തോണ്ടാണ് സ്റ്റാലിൻ ജോസഫ് നാട്ടിലേക്ക് വന്നത്. പെട്ടെന്ന് റൂമിൽ ലൈറ്റ് തെളിഞ്ഞു. ഭവിതയായിരുന്നു. എന്താ അമ്മ ഈ ഇരുട്ടത്ത് കിടക്കുന്നത്? ഓർമ്മകളിൽ നിന്ന് നെട്ടി എണീറ്റു വൈജ. നേരെ അവളെ നോക്കി ഒരു ഭ്രാന്തി പോലെ. അമ്മയ്ക്കെന്താ ചെവി കേട്ടില്ലേ? എന്താ റൂമിൽ ലൈറ്റ് ഇടാത്തത്? ഒന്നുമില്ല. അവൾ വെറുതെ പറഞ്ഞു. അമ്മയ്ക്ക് സുഖമില്ലേ? എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, നീ ഒന്ന് പോയി തന്നാൽ മതിയേ എന്ന് വൈജ കടിച്ചു കീറും പോലെ പറഞ്ഞു. അങ്ങനെ അത്താഴമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടക്കാനായി. ആ സമയം രോഹിത്തിൻ്റെ റൂമിൽ ലക്ഷ്യമാക്കി വൈജ പോയി. ബാലചന്ദ്രൻ മേനോൻ കിടന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. റൂമിൽ വെളിച്ചമില്ല. എന്നാൽ രോഹിത്തിൻ്റെ റൂമിൽ അങ്ങനെയല്ല. എന്ത് ചേരിയ വെളിച്ചം കണ്ടു. അവൾ വച്ചെന്ന് ഡോറിൽ മെല്ലെ തട്ടി. രോഹിത്ത് കതക് തുറന്നു. അമ്മയോ? അമ്മയെ കണ്ടതും അവൻ ആശ്ചര്യപ്പെട്ടു. തൻ്റെ റൂമിലേക്ക് സ്റ്റെപ്പുകൾ കയറി വരുന്ന പതിവില്ല അമ്മയ്ക്ക്. ഇതെന്ത് പറ്റി? എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ ബെഡിലേക്കിരുന്നു. രോഹിത്ത് അമ്മയെ നോക്കി. നീ എന്നോട് ഇന്നൊരു കാര്യം പറഞ്ഞല്ലോ, അമ്മ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചിട്ടുണ്ടെന്ന്, അച്ഛന് മക്കളുണ്ടോ എന്ന കാര്യം. അത് നീ എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? അമ്മയുടെ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. ഇനിയിപ്പോൾ അമ്മയ്ക്കെന്താ ആ കാര്യത്തിൽ വലിയ സംശയമുണ്ടോ? വൈജയന്തിയുടെ മുഖത്തെ പകർച്ച കണ്ടതും
രോഹിത്ത് കണ്ണുകളുടെ നോട്ടം മാറ്റി. അവനാണെങ്കിലോ അവളെ തന്നെ നോക്കുകയായിരുന്നു. ഏയ് അങ്ങനെയല്ല, നീ എന്തർത്ഥത്തിലാ അങ്ങനെ പറഞ്ഞെന്നാ എനിക്കറിയാത്തത്. ഏയ് അമ്മേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ല, അലീന എവിടെയാണ് താമസിക്കുന്നത്? അത് കുറച്ച് ദൂരെയാണ്. ദൂരെ എന്ന് വെച്ചാൽ സ്ഥലത്തിന് പേരില്ലേ? അങ്ങനെ എന്തൊക്കെയോ പേര് രോഹിത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ വൈജ തൻ്റെ മകൻ്റെ മനസ്സിൽ സംശയം നീക്കിക്കൊണ്ട് താഴേക്ക് വരാണ്. സ്വന്തം മകളാണ് അലീന എന്ന് പോലും അറിയാതെ. അങ്ങനെ രോഹിത്തിനും അമ്മയോട് വല്ലാതെ സഹതാപം തോന്നാണ്. അമ്മ മകളാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും അലീന ചേച്ചി ഇങ്ങനെ ചെയ്യില്ല, അത് ഉറപ്പാണ്. എന്നെങ്കിലും അമ്മ സത്യം അറിയണ്ടേ? വേണ്ട, അച്ഛനും അമ്മയുമുള്ള ആ ഒരു ബന്ധം ഒഴിവാകുമെന്ന് മനസ്സിലാക്കിയ രോഹിത്ത് പിന്നീട് ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ രോഹിത്തും ബബിതയും കൃഷ്ണമോളും എല്ലാ സത്യങ്ങൾ അറിഞ്ഞു. പാവം വൈജ മാത്രമാണ് സത്യങ്ങൾ അറിയാതെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അലീനയെ പറഞ്ഞ് ഈ കുടുംബം നന്നാക്കിയപ്പോൾ തന്നെ അലീന സ്റ്റാലിൻ ജോസഫിൻ്റെ അവിടെ ആ കുടുംബമെല്ലാം ചിഹ്നം ചിതറി കിടക്കായിരിക്കും. സ്റ്റാലിനോട് മക്കളോട് ആരോടും അവളോട് താല്പര്യം ഉണ്ടാവില്ല. മക്കളെല്ലാം പല ഇതിലായിരിക്കും. ആ സമയത്താണ് അലീന അവിടേക്ക് ചെല്ലുന്നത്. അവിടുത്തെ സ്റ്റാലിൻ്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അപ്പച്ചനെ പോലും അവൾ കയ്യിലെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരാൻ പോകുന്ന ഒരു അടിപൊളി ത്രില്ലായിട്ടുള്ള ഒരു എപ്പിസോഡൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്.